തദ്ദേശ വാർഡ് പുനർനിർണയത്തിനുള്ള ഓർഡിനൻസ് ഗവർണർ മടക്കിയതോടെ പ്രശ്നപരിഹാരത്തിന് വഴി തേടി സർക്കാർ. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ഓർഡിനൻസ് മടക്കിയിരിക്കുന്നത്. അതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്കായി സർക്കാർ നീക്കം തുടങ്ങി. നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെയാണ് സർക്കാരിന് മുന്നിൽ ഈ പുതിയ പ്രതിസന്ധി. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, ഗവർണർക്ക് പറയാൻ ഒരു കാരണമുണ്ട്, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു എന്നത്. സ്വാഭാവികമായും സർക്കാരിന് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. എന്താണ് സർക്കാർ നീക്കം? ഗോപികൃഷ്ണൻ, 2019 സമാനമായ ഒരു സാഹചര്യം ഉടലെടുത്തിരുന്നു. അതായത് തദ്ദേശ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് 2019 സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നു. ആ ഓർഡിനൻസ് രാജ്ഭവനിലേക്ക് അയച്ചപ്പോൾ അത് മടക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെ നിയമസഭാ സമ്മേളനം വിളിച്ച് ബില്ലായി പാസ്സാക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്. പക്ഷേ തുടർ നടപടികൾ ഈ കോവിഡ് പ്രതിസന്ധി കാരണം സർക്കാർ ഉപേക്ഷിക്കുകയായിരുന്നു. ഡിസംബർ മാസമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് വീണ്ടും ഈ തദ്ദേശ വാർഡ് പുനർവിഭജനം എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. അങ്ങനെ ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ച് കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ച് ഇക്കാര്യങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. ശേഷമാണ് ഓർഡിനൻസ് വീണ്ടും രാജ്ഭവനിലേക്ക് അയച്ചത്. എന്നാൽ ഈ പെരുമാറ്റച്ചട്ടം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജ്ഭവൻ ഇപ്പോൾ ഈ ഓർഡിനൻസ് മടക്കിയിട്ടുള്ളത്. അക്കാര്യത്തിൽ സ്വാഭാവികമായും സർക്കാരിന് മുൻപിൽ വെല്ലുവിളികൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്ത 6-ാം തീയതി വരെയാണ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത്. അതേസമയം ഈ നിയമസഭാ സമ്മേളനം വിളിക്കുന്നത് വെള്ളിയാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം പരിഗണിക്കാനിരിക്കുകയായിരുന്നു. അടുത്ത മാസം 10 മുതൽ നിയമസഭാ സമ്മേളനം ചേരാനാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിനുള്ള മന്ത്രിസഭാ യോഗം തൊട്ടടുത്ത ദിവസം മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനിച്ച രാജ്ഭവനോട് അക്കാര്യം അറിയിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഈ ഓർഡിനൻസ് മടക്കിയത്. സ്വാഭാവികമായും നിയമസഭാ സമ്മേളനം ചേർന്ന് കഴിഞ്ഞാൽ ഓർഡിനൻസിൽ പിന്നെ പ്രസക്തിയില്ല, പിന്നെ ബില്ലായി കൊണ്ടുവരേണ്ടി വരും. അതാണ് സർക്കാരിന് മുൻപിലുള്ള വെല്ലുവിളി. ഈ വെല്ലുവിളി മറികടക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി ഈ ഓർഡിനൻസിൽ ഒപ്പുവെക്കാനുള്ള, രാജ്ഭവനെ കൊണ്ട് ഒപ്പുവെക്കാനുള്ള നീക്കം സർക്കാർ ആലോചിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയുമാണ്. ഗോപികൃഷ്ണൻ. ഷഫീദ് റാവുത്തർ ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.